കോൺഗ്രസ് വനവാസികളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ ജാതികളായി വനവാസികളെ ഭിന്നിപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ഈ ഗൂഢനീക്കത്തിനെതിരെ വനവാസികൾ ഒന്നിച്ചു നിൽക്കണമെന്നും പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിൽ പറഞ്ഞു. വനവാസികളെ അവരുടെ വ്യത്യസ്ത ജാതികളുടെ പേരിൽ ഭിന്നിപ്പിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. കോൺഗ്രസിന്റെ രാജകുമാരൻ വിദേശ പര്യടന വേളയിൽ ഇക്കാര്യം പറയുകയും ചെയ്തു. വനവാസി വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കോൺഗ്രസ് आदिवासी समाज को जातियों में बांटकर टुकड़े टुकड़े करके कमजोर करना चाहती है. यहां चिमूर चंद्रपुर में भी बड़ी संख्या में मेरे आदिवासी भाई बहन रहते हैं. कांग्रेस चाहती है कि हमारे आदिवासी भाई एसटी के रूप में उनकी पहचान खो दें, आदिवासी के रूप में उनकी पहचान खो दें. उनकी ताकत से उनकी जो पहचान बनी है वो बिखर जाए. सारे आदिवासी समाज की छोटी छोटी जातियां अपने आप को एसटी के नाते भूल जाए, आदिवासी के नाते भूल जाए, सिर्फ जाति के रूप में याद रखें और आपस में लड़ें. आपकी एकता टूट जाए. കോൺഗ്രസിന്റെ ഗൂഢതന്ത്രങ്ങളിൽ വീഴരുത്, ഒന്നിച്ചു നിന്നാണ് സ്വയം സുരക്ഷിതരാകേണ്ടതെന്നും പ്രധാനമന്ത്രി വനവാസികളെ ഓർമ്മിപ്പിച്ചു. विदेश में जाकर कांग्रेस के शहजादे खुद ये ऐलान कर चुके हैं. इसलिए मैं कहता हूं हमें कांग्रेस के इस षड्यंत्र का शिकार नहीं होना है. हमें एकजुट रहना है. और इसलिए मेरा तो आपसे एक ही आग्रह है, हम एक रहेंगे तो सेफ रहेंगे. हम एक रहेंगे तो और साथियों, आप जानते हैं अगर आप एक नहीं रहे, आपकी एकजुटता टूटी, तो सबसे पहले क्या होगा? कांग्रेस आपका आरक्षण छीन लेगी. ഭാരതത്തിലെ ജനസംഖ്യയുടെ 10% വനവാസികളാണ്. നിർണായകമായ ഈ ശക്തിയെ തകർക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത് എന്നും മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ജനം.